ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വെണ്ടയ്ക്ക തോരൻ എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാവേ. വെണ്ടയ്ക്ക അങ്ങനെ വട്ടത്തിലരിഞ്ഞ് അതിൽ തേങ്ങയും സവോളയും പച്ചമുളകും കൊത്തി അരിഞ്ഞ് കടുക് പൊട്ടിച്ച് ചീനച്ചട്ടിയിലോട്ട് നമുക്കിടാവേ. അത് ഒന്നായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. ഇളക്കി ഉപ്പ് നീരും ഒഴിച്ച് ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം. കുറച്ച് ഈ വെണ്ടയ്ക്ക് വേഗം കുറച്ച് താമസമാണേ. വേറെ വെള്ളം ഒന്നും വേണ്ട, ഉപ്പുനീര് മതി. ഉപ്പുനീര് ചുറ്റിച്ചൊഴിച്ച് തട്ടിപ്പൊത്തി അടച്ചു വെക്കണം. നല്ല രസം കേട്ടോ. വെണ്ടയ്ക്ക തോരൻ ഞാൻ ഇപ്പോഴത്തെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ മമ്മി ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ പഠിച്ചേ. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇവിടെ അങ്ങനെ വെണ്ടയ്ക്ക തോരൻ അങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മാത്രം കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ചേട്ടായിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക തോരനാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പുനീര് ഒഴിച്ച് വെണ്ടയ്ക്ക തട്ടിപ്പൊത്തി അടച്ചു വെക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സിമ്മിലിട്ട് ആദ്യം നമ്മൾ വെണ്ടയ്ക്ക ഇതിലോട്ട് ഇടുമ്പോൾ ഉള്ളിലിട്ടിട്ട് ഇച്ചിരി ഉപ്പുനീര് ഒഴിച്ച് തട്ടിപ്പൊത്തി വെക്കണേ. എന്നിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെക്കുമ്പോഴേക്കും അത് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ അത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഉപ്പുണ്ട് നോക്കണം. ഇച്ചിരി ഉപ്പൊക്കെ കുറവുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഇതിലോട്ട് ഉപ്പൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു വെണ്ടയ്ക്ക ആയതുകൊണ്ടൊരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ തോരനായി കഴിയുമ്പം ആ വഴുവഴുപ്പൊക്കെ അങ്ങ് പോയി കിട്ടും. അടിപൊളി തോരനായി കിട്ടും കേട്ടോ. അങ്ങനെ അടുക്കി പിടിക്കും, അത് വലിയ കുഴപ്പമൊന്നുമില്ല. വലുതായിട്ട് അടുക്കി പിടിക്കത്തൊന്നുമില്ല കേട്ടോ, ഒരു കുഴപ്പവുമില്ല. നല്ല തോരനാണ്, എനിക്കിഷ്ടമായി. ചേട്ടായിക്ക് ഞാൻ കൊടുത്തേ, ചേട്ടായിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടെന്ന് പറഞ്ഞു.